ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 കുറച്ച് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 2024 ഏപ്രിൽ 1 നവതി 90ാം രൂപീകരണ വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ ധനകാര്യ സ്ഥാപനം ചുവടെയുള്ളവയിൽ ഏതാണ്? 2024 ഏപ്രിൽ 1 നവതി ആഘോഷിക്കുന്ന ഇന്ത്യൻ ധനകാര്യ സ്ഥാപനം ചുവടെയുള്ളവയിൽ ഏതാണ്? നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഇതിലെ ആൻസർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ആൻസർ ഞാൻ ഒപ്പം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. സോ ഇതിലായിരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന കേരളവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നോക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: 2023 ന്യൂയോർക്ക് ടൈംസിൻ്റെ വിനോദസഞ്ചാര പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സംസ്ഥാനം ആണ് കേരള. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അകാരണമായി അനുമതി വൈകിപ്പിക്കുന്നു എന്നാരോപിച്ച് രാഷ്ട്രപതിക്കെതിരെ 2024 മാർച്ചിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ സംസ്ഥാനം. സോ മേൽപ്പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ശരി തെറ്റെന്നാണ് നോക്കേണ്ടത്. സോ ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലിംഗവിവേചനം ഒഴിവാക്കുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാൻ ജിനോം റിസർച്ച് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ പോർട്ടൽ ഏതാണെന്നാണ്? ലിംഗവിവേചനം ഒഴിവാക്കുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാൻ ജിനോം റിസർച്ച് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ പോർട്ടൽ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്വാതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇതും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: 2023 മാർച്ചിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ചരിത്രത്തിൽ ആദ്യമായി ChatGPTയുടെ ഉപദേശം തേടിയ ഇന്ത്യയിലെ ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: കേസ് ഫയൽ ചെയ്യുന്നതിനായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ആദ്യത്തെ ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധിന്യായം ലഭ്യമാക്കിയ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. മേൽ പറഞ്ഞവയിൽ നിന്നും ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രം. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി 2ൻ്റെയും ആൻസർ എന്താണെന്ന് നോക്കാം. 2023 മാർച്ചിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ചരിത്രത്തിൽ ആദ്യമായി ChatGPTയുടെ ഉപദേശം തേടിയ ഇന്ത്യയിലെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോടതി അല്ല, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. 2023 മാർച്ചിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ചരിത്രത്തിൽ ആദ്യമായി ChatGPTയുടെ ഉപദേശം തേടിയ ഇന്ത്യയിലെ ഹൈക്കോടതിയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: കേസ് ഫയൽ ചെയ്യുന്നതിനായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ആദ്യത്തെ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി, കൊൽക്കത്തയല്ല. കേസ് ഫയൽ ചെയ്യുന്നതിനായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ആദ്യത്തെ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി കറക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധിന്യായം ലഭ്യമാക്കിയ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2024 പുതുവർഷം ആദ്യമെത്തിയ പസഫിക് സമുദ്രത്തിലെ ചെറുദ്വീപ് രാജ്യം ഏത്? 2024 പുതുവർഷം ആദ്യമെത്തിയ പസഫിക് സമുദ്രത്തിലെ ചെറുദ്വീപ് രാജ്യം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കിരിബാത്തി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2023 കാലാവസ്ഥാ ഉച്ചകോടിയുടെ ഭാഗമായി ആഗോള പുനരുപയോഗ ഊർജ്ജ കാര്യക്ഷമതാ പ്രതിജ്ഞയിൽ നിന്നും വിട്ടുനിന്ന പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങൾ ഏവ? 2023 കാലാവസ്ഥ ഉച്ചകോടിയുടെ ഭാഗമായി ആഗോള പുനരുപയോഗ ഊർജ്ജ കാര്യക്ഷമതാ പ്രതിജ്ഞയിൽ നിന്നും വിട്ടുനിന്ന പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങൾ ഏവ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യ ചൈന. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യ ചൈന.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്, അതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. 2023 ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യ പൂർണ്ണമായും ആതിഥേയത്വം വഹിച്ച ആദ്യ പുരുഷ ഏകദിന ലോകകപ്പ് മത്സരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനൽ മത്സരം ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിലായിരുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ട്, ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് വിരാട് കോഹ്ലിയാണ്. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3 എന്നിവ. ഈ 1, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. അത് ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് വിരാട് കോഹ്ലിയാണ്. അതുപോലെ തന്നെ ഇന്ത്യ പൂർണ്ണമായും ആതിഥേയത്വം വഹിച്ച ആദ്യ പുരുഷ ഏകദിന ലോകകപ്പ് മത്സരവും ഇതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫൈനൽ മത്സരം ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിലായിരുന്നു. അത് തെറ്റാണ്. ഫൈനൽ മത്സരം എന്നത് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലായിരുന്നു. അതിൽ ഓസ്ട്രേലിയ ജയിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3 കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 കടമ്മനിട്ട പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? 2023 കടമ്മനിട്ട പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രഭാവർമ്മ.